ഒരു കാര്യം ഈ വിധിയിലൂടെ തെളിഞ്ഞിരിക്കുന്നു. ഇവിടെ എത്രമാത്രം സഹായം ലഭിച്ചാലും ഈ ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അധികകാലം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിക്കുന്നതുകൊണ്ട് അവർക്ക് അധികകാലം ഇവിടെ വാഴാനാവില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായ ഇടപെടലാണ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് വലിയൊരു വിപത്ത് ഒഴിവാക്കാൻ കേരളത്തിന് സാധിച്ചത്. ഇവിടുത്തെ സാധാരണക്കാരെ കൊല ചെയ്ത് വലിയ തോതിൽ കലാപങ്ങൾ ഉണ്ടാക്കി വിധ്വംസക പ്രവർത്തനം നടത്താനാണ് അവർ ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയ നീക്കമാണ് PFI നടത്തിയത്. ആ ഭീകര ശക്തികൾക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ കോടതി വിധി. തുടർന്നും കേരളം ശരിയായ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സൂചനയും ഇന്നത്തെ വിധി നൽകുന്നുണ്ട്. ഫലത്തിൽ ഈ വിധി നാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വിധിയാണ്. രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകം പോലും ഉണ്ടായിട്ടുള്ള നഷ്ടം നികത്താൻ ഇനി ഒരു വിധിക്കും സാധിക്കില്ലെങ്കിലും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിച്ചു എന്നുള്ള കാര്യം സന്തോഷം നൽകുന്നതാണ്. മേൽക്കോടതികളിലും ഇതേ ജാഗ്രത കേരളം കാണിക്കേണ്ടതായിട്ടുണ്ട്. വധശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള തുടർ നടപടികളും കേരളം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു തരത്തിലും കീഴ്ക്കോടതിയുടെ ഈ വിധി ലഘൂകരിക്കപ്പെട്ട് പോവാതിരിക്കാനുള്ള ജാഗ്രത കേരളത്തിന് കാണിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള അഭിപ്രായം കൂടി ഈ വിഷയത്തിൽ എനിക്കുണ്ട്.